ഹായ് ഹലോ. അങ്ങനെ ഈദ് ഹോളിഡേക്ക് ആയിട്ട് ഞങ്ങളിന്നിപ്പോൾ ഷെറിൻ ചേച്ചിയുടെ വീട്ടിലാണ്. വന്ന ഉടനെ ഇവന്മാർ 2 തോക്കും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഗുഡൻസ് ഒക്കെ ഒന്ന് നോക്കി അറിഞ്ഞിട്ട് ഞങ്ങളും കൂടെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ടിംഗ് തുടങ്ങി. ഇവന്മാർ നമ്മുടെ വൈബ് തന്നെ കേട്ടോ, പൊന്നുകൊണ്ട് കൂടെ. അങ്ങനെ കളിച്ച് ക്ഷീണിച്ച് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ലഞ്ച് റെഡിയായി. ചേച്ചിയുടെ വക ഈദ് സ്പെഷ്യൽ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അബിക്കയും ഉണ്ട് കൂടെ. കുറെ വീഡിയോ ഒക്കെ അബദ്ധത്തിൽ ഡിലീറ്റ് ആയി, അതാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അപ്പോഴാണ് ചേച്ചി ഒരു സ്പെഷ്യൽ സ്നാക്സ് കൂടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് വിളിച്ചത്. ചീസ് ബ്രെഡ് കറക്ക്, അതാണ് സംഭവം. ഞങ്ങൾ ആദ്യമായി കേൾക്കുന്നതാ. ചേച്ചി അതിന്റെ റെസിപ്പി ഒക്കെ പറഞ്ഞ് കുക്ക് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണേ. എന്തായാലും റെസിപ്പി ചോദിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് ഒരു ദിവസം ട്രൈ ചെയ്യാം. സംഭവം കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഓരോ സ്പൂണൊക്കെ എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ആദുവിന്റെയും സിദ്ധുവിന്റെ ഒരു ഫേവററ്റ് ആയിട്ടാണ്. ഒരു ലഘുഭക്ഷണം പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയൊക്കെ കഴിക്കാം. ഇനിയൊരു 3-4 ദിവസം അവധിയാണ് ഞങ്ങൾക്ക് എല്ലാ പേർക്കും. എനിക്കും പൊന്നൂനും എന്തായാലും പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയായിരുന്നു. നല്ലൊരു ഈദ് ആശംസയും നേർന്ന് ഷെറിൻ ചേച്ചിയോടും ഫാമിലിയോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നേരെ വക്രയിലേക്കാണ്. ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടുത്തെ DPSൽ റേഡിയോസിന് നടത്തുന്ന ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഒന്ന് കാണാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. ഓരോ ടീമിന്റെയും പെർഫോമൻസ് കണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. ഇത് ഇവരുടെ സീസൺ 2 കോമ്പറ്റീഷൻ ആണ്. കഴിഞ്ഞ വർഷം ഇത്രയും വിപുലമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇത്തവണ നല്ല കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ. ഷാൻഡി മാസ്റ്ററും പ്രസന്ന മാസ്റ്ററും ആണ് ജഡ്ജസ്. പാർട്ടിസിപ്പൻസ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻ ഫുള്ളും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടുന്ന് നേരെ വീട്ടിലേക്കാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഷെറിൻ ചേച്ചിയുടെ ഒരു കോള് വരുന്നത്. ഒരു യാത്ര പോയാലോ എന്ന്. സംഭവം കുറച്ച് ലോങ് ആണേ. ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ളൊരു ബീച്ചിലേക്കാണ്. അബിക്ക് എവിടുന്നോ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്ന ലൊക്കേഷനാണ്. അങ്ങനെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഡ്രൈവിംഗ് സീറ്റിൽ അബിക്ക് തന്നെയാണ് കേട്ടോ. ഗൂഗിൾ പ്രകാരം ഞങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ദൂരം കാണിക്കുന്നുണ്ട്. ഖത്തറിന്റെ അങ്ങേ അറ്റത്താണ്. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും. പോകെ പോകെ ബിൽഡിംഗ് ഒക്കെ കുറഞ്ഞ് ആളൊഴിഞ്ഞ ഒരു പ്രദേശമായിക്കൊണ്ടിരിക്കുകയാണ്. റോഡിങ്ങനെ നീണ്ടു കിടക്കാണ്. അപ്പുറവും ഇപ്പുറവും കാര്യമായിട്ടൊന്നുമില്ല. മരുഭൂമി ഇങ്ങനെ തുടങ്ങാൻ പോകുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ദൂരെ അവിടെ ഇവിടെയായിട്ട് കുറെ ഷെഡുകൾ കാണുന്നുണ്ട്. അതിന് ചുറ്റിനും വരിവരിയായി കുറെ ഒട്ടകങ്ങളും. റോഡിൽ ഏകദേശം മണൽ കൂടിയിട്ടുണ്ട്. അങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബീച്ചിന്റെ ബോർഡ് കണ്ടു. ഗൂഗിൾ മാപ്പൊക്കെ ഫോളോ ചെയ്ത് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ ഇങ്ങനെ നമ്മുടെ കടലിങ്ങനെ തെളിഞ്ഞ് കാണാം. പക്ഷേ അങ്ങോട്ടേക്കുള്ള ദൂരം ഇനിയും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. എന്തേ ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. എന്തോ വെയിറ്റും തൂക്കി നടക്കുവാണ്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഇയാളിത് എങ്ങോട്ടാണ് പോകുന്നത്? തൊട്ടടുത്തൊന്നും ഒരു ഷെഡും ഇല്ല, കൂടെ ആരും ഇല്ലേം താനും. പിന്നെ വണ്ടിയിലെ ചർച്ചാ വിഷയം ഇത് തന്നെയായിരുന്നു. ഇവിടെയും കുറേ ഒട്ടകങ്ങളെയൊക്കെ കാണാം കേട്ടോ. ഈ റോഡിലൂടെ ഞങ്ങൾ നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ്. കടലിങ്ങനെ അടുത്തോട്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും വൈകാതെ ഞങ്ങൾ ബീച്ചെത്തി. ഇതൊരു ഫാമിലി ബീച്ചാണ്. തൊട്ടപ്പുറത്ത് വേറെ കുറേ ഫാമിലീസ് ഉണ്ട്. പലരും ഫോറിനേഴ്സാണ്. സമയം ഒട്ടും കളയാതെ ഞങ്ങൾ നേരെ കടലിലേക്ക് ചാടി. പിന്നെ തുഴച്ചിലായി, ഇഴച്ചിലായി, നീന്തലായി, കളിയും ചിരിയുമായി അങ്ങനെ കുറേ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. വെള്ളത്തിൽ കളിച്ച് ഏട്ടന് തുമ്മലായി. അങ്ങനെ തലയൊക്കെ തോർത്തി ഒരു കട്ടനും കുടിച്ചു. ചേച്ചി ഓൾറെഡി ഫ്ലാസ്കിൽ നല്ല ചൂട് കാപ്പി കൊണ്ടുവന്നിരുന്നു. കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ സമയം ചെലവഴിച്ചു. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ സൺസെറ്റും കണ്ട് തിരിക്കാനുള്ള തയ്യാറെടുപ്പിലായി. തൊട്ടപ്പുറത്തൊരു റെസ്റ്റ് റൂം ഉണ്ട്. അവിടെ ഫാമിലിക്ക് മാത്രം അലൗഡ് ഉള്ളൂ. അങ്ങനെ അവിടെ പോയി ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഞങ്ങൾ യാത്ര തിരിച്ചു. ഈ കടലിനപ്പുറത്ത് ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ട്. ആദ്യം എന്തോ കപ്പലുകളാണെന്നാണ് കരുതിയത്. എന്നാൽ അത് സൗദി അറേബ്യ ആണെന്നാണ് പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല സൗദി അറേബ്യയിലേക്ക്. നേരെ നല്ല ഇരട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചുള്ള യാത്ര തുടങ്ങുവാണ്. തിരിച്ചും ഇതുപോലെ 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഞങ്ങളെ തിരിച്ച് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് അബീക്കയും ചേച്ചിയും പോയത്. കുട്ടികളൊക്കെ ക്ഷീണിച്ച് ഉറക്കത്തിലായിരുന്നു. യാത്ര പറയാൻ നേരം ഒരാളുടെ കൈ മാത്രം കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. പോയിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങണം. നല്ലൊരു ദിവസത്തിൻ്റെ ഓർമ്മകളുമായി ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. അടുത്ത ഒരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഒരുപാട് ഇഷ്ടത്തോടെ.